ചില അടുപ്പങ്ങൾ പ്രണയമായി തുടങ്ങുന്നില്ല. അവ ഒരു നോക്കിൽ, ഒരു നിശബ്ദതയിൽ, ഒരു അപകടകരമായ ആകർഷണത്തിൽ നിന്നും തുടങ്ങുന്നു. വെൽക്കം ടു അവർ സ്റ്റോറി ഇരുട്ടിൻ്റെ പ്രണയം എപ്പിസോഡ് 3. മാൻഷൻ്റെ ഉള്ളിൽ ദിവസങ്ങൾ പതുക്കെ ഒഴുകിപ്പോയി. ആദ്യ ദിവസം ഗോഡൌണിൽ തളർന്നു നിൽക്കേണ്ടി വന്ന വിഹാൻ ഇപ്പോൾ അങ്ങനെയല്ലായിരുന്നു. രാവിലെ മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നു വന്ന അഥർവിൻ്റെ കണ്ണുകൾ പതിവ് പോലെ വിഹാനെ പരിശോധിക്കുന്നു. പക്ഷെ ഇന്ന് അവൻ കണ്ടത് ആദ്യ ദിവസം കണ്ട ആ ദുർബലനായ യുവാവിനെയല്ല. വിഹാൻ ശാന്തമായിരുന്നു. അവൻ്റെ കണ്ണുകൾ നേരെ അഥർവിനെ തേടി അവനോടായി ചോദിച്ചു, ഇവിടെ എത്ര ദിവസമാണ് ഇങ്ങനെ വെക്കാൻ പ്ലാൻ? ചോദ്യം അത്രയും സാധാരണമായിരുന്നെങ്കിലും അതിൻ്റെ അടിയിൽ ഒളിഞ്ഞിരുന്നത് ഒരു ചെറുത്തുനിൽപ്പാണെന്ന് അഥർവിന് മനസ്സിലായി. അഥർവ് ഒരു നിമിഷം മിണ്ടാതെ നിന്നു. നിനക്ക് പ്ലാൻ അറിയേണ്ട ആവശ്യമില്ല, അവൻ ശാന്തമായി മറുപടി പറഞ്ഞു. വിഹാൻ ചെറിയൊരു പുഞ്ചിരി ചുണ്ടിൽ വിടർത്തിക്കൊണ്ട് പറഞ്ഞു, അപ്പോൾ ഞാൻ തന്നെ എൻ്റെ പ്ലാൻ തീരുമാനിക്കേണ്ടി വരും. അവൻ്റെ ശബ്ദത്തിൽ ഇപ്പോൾ പേടിയില്ലായിരുന്നു, അതൊരു തുറന്ന വെല്ലുവിളി പോലെ. അഥർവ് അവൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു, നീ ഇവിടെ ഒരു ഗസ്റ്റ് അല്ലേ വിഹാൻ? എനിക്കറിയാം, വിഹാൻ വാക്കു മുറിച്ചു പറഞ്ഞു. അവൻ നേരെ അഥർവിൻ്റെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു, പക്ഷേ ഒരു തടവുകാരനെ പോലെ ഞാൻ പെരുമാറില്ല എന്ന്. ആ ദിവസം വൈകുന്നേരം മാൻഷൻ്റെ പിന്നിലെ തുറന്ന സ്ഥലത്ത് വിഹാൻ ഒറ്റയ്ക്ക് നിന്ന് ശരീരം വീണ്ടും നിയന്ത്രണത്തിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഓരോ ചലനവും ഓരോ പ്രതിരോധം പോലെ. ദൂരത്ത് നിന്ന് അവനെ നോക്കി നിൽക്കുകയായിരുന്നു അഥർവ്. അവൻ ശ്രദ്ധിച്ചത് വിഹാന്റെ ശക്തി മാത്രമല്ല, അവൻ്റെ പ്രതിരോധം കൂടിയായിരുന്നു. അതിൽ എന്തോ ഉണ്ടായിരുന്നു, അവനെ ചിന്തിപ്പിക്കുന്നതും അവനെ പിടിച്ചിരുത്തുന്നതും. ഈ സ്റ്റബേർനെസ്, അഥർവ് സ്വയം മന്ദമായി പറഞ്ഞു. അതൊരു വിമർശനം പോലെ തോന്നിയെങ്കിലും അവൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞത് ആകർഷണത്തിൻ്റെ തുടക്കമായിരുന്നു. ആ രാത്രിയിൽ മാൻഷൻ്റെ ഹാളിൽ അലക്സ് അഥർവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ബോസ്, വിഹാനെ കുറച്ച് ഡിസ്റ്റൻസിൽ വെക്കണം. അഥർവ്, എന്തിന്? അലക്സ്, അവൻ മാറുന്നുണ്ട്, ഒപ്പം നിങ്ങളും. ആ വാക്കുകൾ കേട്ടപ്പോൾ അഥർവിൻ്റെ മുഖം കടുപ്പമായി. എന്താണ് നീ പറയുന്നത്? അലക്സ് ഒരു നിമിഷം മിണ്ടാതെ നിന്നു. സാധാരണ ഇവിടെ വരുന്നവർ നിങ്ങളെ കാണുമ്പോൾ ഭയപ്പെടും, അവൻ പതുക്കെ പറഞ്ഞു. പക്ഷേ അവൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നു. ഒരു നിമിഷം നിശബ്ദത. അത് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് ബോസ്. അഥർവ് ഒന്നും പറഞ്ഞില്ല. ഹീസ് ജസ്റ്റ് എ പോൺ അലക്സ്, അവനൊടുവിൽ പറഞ്ഞു. പക്ഷേ ആ വാക്കുകൾ അവൻ്റെ ഉള്ളിൽ തന്നെ സംശയമായി മാറി. ആ രാത്രി വിഹാൻ ജനാലക്കരികിൽ നിൽക്കുകയായിരുന്നു. പുറത്ത് ഇരുട്ട് പടർന്നിരുന്നു. അഥർവ് വാതിൽ തുറന്നു അകത്തേക്ക് വന്നു. വിഹാൻ തിരിഞ്ഞു നോക്കാതെ ചോദിച്ചു, എന്നെ നോക്കാൻ വന്നതാണോ എന്ന്, അല്ലെങ്കിൽ എന്നെ നിയന്ത്രിക്കാൻ? അഥർവ് രണ്ടും എന്ന് മറുപടി പറഞ്ഞു. വിഹാൻ പതുക്കെ തിരിഞ്ഞു. ഇപ്പോൾ അവൻ്റെ കണ്ണുകളിൽ പേടിയില്ല, ഒരു ഉറച്ച നിലപാട്. അതുകൊണ്ട് തന്നെ ദെൻ ട്രൈ ഹാർഡർ എന്ന് അഥർവിനെ വെല്ലുവിളിച്ചു. ആ വാക്കുകൾ വായുവിൽ പടർന്നു നിന്നു. അഥർവ് അടുത്തേക്ക് നടന്നു. ഒരു നിമിഷം ഇരുവരും വളരെ അടുത്ത്. അവരുടെ ഇടയിലെ അകലം ഒരു ചുവടിനേക്കാൾ കുറവ്. പക്ഷേ ആ അടുപ്പം ഒരു അപകടം പോലെ. അഥർവിൻ്റെ കണ്ണുകളിൽ ഒരു മാറ്റം വ്യക്തമായി. അവൻ തന്നെ തിരിച്ചറിയാത്ത ഒരു വികാരം അവനെ വിഹാനിലേക്ക് വലിക്കുന്ന ഒന്നായി മാറിയത്. ആ നിമിഷം മുതൽ ഇത് ആരുടെ നിയന്ത്രണമാണ് ആദ്യം നഷ്ടമാകുന്നതെന്ന് തീരുമാനിക്കുന്ന ഒരു നിശബ്ദ യുദ്ധമായി മാറി. വിഹാൻ ഇനി ഒരു ഇരയല്ല, അഥർവ് ഇനി വെറും വേട്ടക്കാരനുമല്ല. അഥർവിൻ്റെ ശ്വാസം കുറച്ച് കനം കൂടി. വിഹാന്റെ കണ്ണുകൾ വിട്ടു മാറ്റാൻ അവന് കഴിയുന്നില്ലായിരുന്നു. ഒരു നിമിഷം അവൻ മുന്നോട്ട് ചുവടുവെച്ചു. ഇപ്പോൾ ഇരുവരും തമ്മിലുള്ള ദൂരം ഇല്ലാതെ വിഹാൻ പിന്നോട്ട് പോകുമെന്ന് തോന്നിച്ചെങ്കിലും അവൻ പോയില്ല. അവൻ ആദ്യമായി കണ്ണുകൾ താഴ്ത്തിയില്ല. നീ ഭയപ്പെടുന്നില്ലേ? അഥർവ് വളരെ താഴ്ന്ന ശബ്ദത്തിൽ ചോദിച്ചു. വിഹാൻ ചെറിയൊരു ചിരി ചിരിച്ചു. ഭയമുണ്ടെങ്കിൽ ഞാനിവിടെ നിൽക്കുമോ? ആ മറുപടി അഥർവിനെ തളർത്തിയില്ല, പക്ഷേ അവനെ കൂടുതൽ ഉണർത്തി. ഒരു സെക്കൻഡ് നിശബ്ദത. പിന്നെ അഥർവ് പതിയെ പറഞ്ഞു, നീ കളിക്കുന്നത് അപകടത്തോടാണ് വിഹാൻ. വിഹാൻ ഒരു ചുവട് മുന്നോട്ട് വെച്ചു. ഇപ്പോൾ അകലം 0. അപ്പോൾ നീ ആരാണ്? അവൻ ചോദിച്ചു. വേട്ടക്കാരനോ, അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരാളോ? അഥർവിൻ്റെ കണ്ണുകളിൽ ആദ്യമായി കൺഫ്യൂഷൻ. അവൻ മറുപടി പറയാൻ പോകുമ്പോൾ വിഹാൻ വളരെ സാവധാനം പിന്നോട്ട് നീങ്ങി. ഒരു ചെറിയ ചിരി മാത്രം ബാക്കി വെച്ച് അവൻ പറഞ്ഞു, ഇനി മുതൽ നീ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അവൻ തിരിഞ്ഞു നടന്നു. അഥർവ് അവനെ നോക്കി നിന്നു. ആദ്യമായി അവൻ തോറ്റിട്ടില്ല, പക്ഷെ നിയന്ത്രണം നഷ്ടപ്പെടുന്ന ഒരു തോൽവിയുടെ അനുഭവം.